നമസ്കാരം. എൻ്റെ പേര് ദിലീപ് അനന്തകൃഷ്ണൻ എന്നാണ്. ഞാൻ തിരുവല്ലം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സമീപ പ്രദേശത്ത് തന്നെ പിതൃശ്രാദ്ധാദി കർമ്മങ്ങളെയും മൃത്യു അനന്തര ശേഷമുള്ള ശുദ്ധബലി സങ്കല്പ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പൊതുവിൽ ജനങ്ങൾക്ക് ഒരു ഭയവുമുണ്ട്, എന്നാൽ അവർക്ക് ചെയ്യണമെന്നുമുണ്ട്, എന്നാൽ അവർക്ക് കൂടുതൽ കാശ് മുടക്കാനും താല്പര്യമില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു സംവിധാനമാണ് പിതൃശ്രാദ്ധ തർപ്പണത്തിൽ നടക്കുന്നത്. അതിന് മെയിൻ കാരണം അവർക്കിതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. പൊതുവിൽ സനാതനധർമ്മത്തിൽ ജനനത്തിനെ പോലെ തന്നെ മൃത്യുവിനും ഒരു ജ്ഞാനത്തിൻ്റെ പ്രാധാന്യമാണുള്ളത്. മൃത്യു എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ജ്ഞാനം തരുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങൾ ഈ ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് യാത്ര ചെയ്യേണ്ട സമയമായെന്നുള്ളൊരു അറിവ് തരുന്നതാണ് യഥാർത്ഥത്തിൽ മരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വീടുകളിൽ ഒരാൾ മരിക്കുമ്പോൾ കുലകർമ്മങ്ങൾ ആചരിക്കാറുണ്ട്. കുലകർമ്മങ്ങളെല്ലാം വീട്ടിൽ ചെയ്യുന്ന ശ്രാദ്ധാദി കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് കഴിഞ്ഞിട്ടുള്ള കർമ്മങ്ങളെല്ലാം ക്ഷേത്രമായിട്ടും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെറുത് ചെയ്യുന്നവരുണ്ട്, ശുദ്ധബലികളായിട്ടും. കേരളത്തിൽ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ക്ഷേത്രത്തിൽ വന്നാണ് കൂടുതലും ചെയ്യാറ്. അങ്ങോട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ഇളയതുകളെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. ബലിതർപ്പണം എന്ന് നമ്മൾ പറഞ്ഞ ശ്രാദ്ധ കർമ്മങ്ങളെന്നാണ് തരത്തിൽ എൻ്റെ ശ്രദ്ധയോട് ചെയ്യേണ്ട കർമ്മങ്ങളെന്നാണ് ഇതിൻ്റെ അർത്ഥം തന്നെ. വളരെ ശ്രദ്ധയോടുകൂടി ഒരു വ്യക്തി തൻ്റെ പൂർവികർക്കായിട്ട് ചെയ്യുന്ന പിണ്ടതർപ്പണങ്ങളെയാണ് ബലി എന്ന് പറയുന്നത്. അപ്പോൾ പിണ്ടതർപ്പണം എന്ന് വെച്ചാൽ എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കാം. ഒന്നാമത് ആധുനിക കാലഘട്ടത്തിൽ, ആധുനികമെന്ന് നമ്മൾ അവകാശപ്പെടുന്നതാണ്, ആ കാലഘട്ടങ്ങളിൽ ഇതിന് ചോദ്യം ചെയ്യാൻ ആൾക്കാർ ഒരുപാടുണ്ട്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നവർ വളരെ കുറവാണ്. ആ സാഹചര്യത്തിൽ ബലിതർപ്പണം ചെയ്യുന്നത് നമ്മുടെ ഹിന്ദു പുരാണം അനുസരിച്ച് ഗരുഡ പുരാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ബലിതർപ്പണത്തെക്കുറിച്ച് പറയുന്നത്. ഒന്ന്. രണ്ട്, മാർക്കണ്ഡേയ പുരാണത്തിനകത്ത് പറയുന്നുണ്ട്. മാർക്കണ്ഡേയ പുരാണത്തിൻ്റെ അകത്ത് പറയാത്ത വിഷയങ്ങളേ ഇല്ല. അതിലൊരു വിഷയമാണ് ബലിതർപ്പണം. നമുക്ക് ഏവർക്കും അറിയാവുന്ന ലളിതാ സഹസ്രനാമവും ദേവീ മാഹാത്മ്യവും പല പല കാര്യങ്ങളും മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതേ പുരാണത്തിൽ തന്നെയാണ് ശ്രാദ്ധാദി കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയണമെങ്കിൽ രാമായണത്തിൽ, ഞാൻ വേറെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭു തൻ്റെ യൗവനകാലത്ത് സീതാ സ്വയംവരത്തിനായിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിശ്വാമിത്ര മഹർഷി വരുന്നുണ്ട്. അപ്പോൾ തൻ്റെ പിതാവായ ദശരഥന് വളരെയധികം ദുഃഖമാണ് ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ. ആ സമയത്ത് വസിഷ്ഠമുനി പറയുന്നുണ്ട്, നീ എന്തുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വിടുക എന്ന് പറയും. ആ സമയത്ത് ഈ നമ്മുടെ വിശ്വാമിത്ര മഹർഷി ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ മെയിൻ കാരണം ഈ വിശ്വാമിത്ര മഹർഷി കാലങ്ങളായിട്ട് അനുചരിച്ച് വരുന്ന ശ്രാദ്ധാദി കർമ്മങ്ങളിലും പിതൃതർപ്പണങ്ങളും പൂജകളിലും വരുന്ന മുടക്കം മാറ്റുവാൻ വേണ്ടിയിട്ട് രാക്ഷസരാലുണ്ടാവുന്ന മുടക്കം, രാക്ഷസരാലാണ് തടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മോചനത്തിന്, അതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു മുക്തിക്ക് വേണ്ടിയിട്ട് രാക്ഷസരെ അവിടെ നിർമ്മാർജ്ജനം ചെയ്തിട്ട് അവിടെ ശ്രാദ്ധാദി കർമ്മങ്ങളും തിലഹോമങ്ങളും മുതലായ ഹോമങ്ങൾ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള തടസ്സം മാറ്റുവാൻ വേണ്ടിയിട്ടുമാണ് ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്, ശ്രീരാമചന്ദ്ര പ്രഭുവിനെ. ആ സമയത്താണ് ബലയെ അതിബലയൊക്കെ ഉപദേശിക്കുന്നത്. അതാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന അതാണ്. പെട്ടെന്ന് മനസ്സിലായി എന്തിനാണ് അദ്ദേഹം വിളിച്ചുകൊണ്ട് പോകുന്നത്. ആരും രാമായണം കേൾക്കാത്തവരായിട്ട് മലയാളികൾ ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കേട്ടിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും ഈ കഥ. അപ്പോൾ അത് തന്നെ ഇതിൻ്റെ വളരെയധികം ഒരു ശ്രദ്ധ നമ്മളങ്ങോട്ട് ശ്രമിക്കുകയാണ്. എന്താണ് ഈ പിതൃതർപ്പണം, ആര് വരെയാണ് ഈ പിതൃതർപ്പണം ചെയ്യുന്നത്? വിശ്വാമിത്ര മഹർഷി എന്ന് പറയുന്നത് അദ്ദേഹം മഹർഷിയാണ്. മഹർഷി വര്യനായ അദ്ദേഹം പോലും തൻ്റെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം അവിടെ തന്നെ നമുക്കെടുത്ത് പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരാൾ നമ്മുടെ വീട്ടിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആര് തന്നെ ആയാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പുറത്തു പോയിട്ടേ ഉള്ളൂ. ഏതൊന്നാണോ ഉണ്ടായിരുന്നത് അതാണ് ശരീരമായിട്ട് നമ്മുടെ മുന്നിൽ നിന്നത്. ഇതിന് നാശമില്ല. ഇത് നാശം സംഭവിക്കുന്ന എപ്പോഴാണോ ബ്രഹ്മലയനം സംഭവിക്കുന്നത് അപ്പോഴേ അത് നാശമല്ല, ലയനമാണ്. ഈശ്വരൻ്റെ പാദത്തിൽ ലയിച്ച് ചേരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂവിൽ ജീവിച്ചിരിക്കുന്നവർ പല രീതിയിലുള്ള സ്വഭാവക്കാരാണ്. നമ്മളുൾപ്പെടെ പല രീതിയിലാണ്. നമുക്ക് 1000 സ്വഭാവമാണ് ഓരോ നേരത്തും. മനസ്സുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാണ് ജീവിക്കുന്നത്. എല്ലാവരും പറയും ബുദ്ധിയിൽ ജീവിക്കുന്നത് വളരെ കുറച്ചാണ്.
ബുദ്ധിയിൽ ജീവിക്കുന്നവരാണ് ബുദ്ധിമാന്മാരായ അധികാരികൾ. അവർ ബുദ്ധിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവർ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം തന്നെ അവർ ബുദ്ധിമാന്മാരാണ്. അവരുടെയും ബുദ്ധി വളരെ അംശത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം നമ്മൾ മനസ്സിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പറയും നമ്മളെല്ലാ കാഴ്ചകളും കാണുമെന്ന് പറയും. നമ്മൾ കാഴ്ചകൾ കാണുന്നത് രാമായണത്തിൽ തന്നെ അതിനൊരിത് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് കാണുന്നു. ഇപ്പോൾ ആത്മാക്കളെക്കുറിച്ച് പറയും. ഇപ്പോൾ വേണുചേട്ടനൊക്കെ ആയാലും വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്നെക്കാളും വളരെയധികം കഴിവുള്ള ആളാണ് അദ്ദേഹത്തിനൊക്കെ അറിയാമെന്നുള്ളവർക്കറിയാം, അറിയാത്തവർക്കറിയില്ല. ആത്മാക്കളെ കാണാൻ പറ്റും, വാസ്തവം തന്നെയാണ്. നമുക്ക് നമ്മുടെ കണ്ണിന്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് കണ്ണിന് കാഴ്ചയുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രകാശമില്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല, യാതൊന്നും കാണാൻ കഴിയില്ല. അപ്പം ചോദിക്കും പ്രകാശം കൊണ്ടാണോ കാണുന്നത്? പ്രകാശം കൊണ്ടുമല്ല. പ്രകാശം 1, കണ്ണ് 2, പിന്നെ അവിടെ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞ സ്ഥാനം വേണം. 3 അവിടെ ശ്രദ്ധയും വേണം. 4 ശ്രദ്ധ വേണം. അപ്പോൾ ഈ 4 ഘടകങ്ങളും കൂടെ ഒരുമിക്കുമ്പോഴേ നമുക്കൊരു കാഴ്ച പോലും കാണാൻ പറ്റുന്നുള്ളൂ. അതുപോലും വളരെ എന്താ പറയുക, നമ്മളൊന്നും കാണുന്നില്ല എന്നാണ് വാസ്തവം. നമ്മളൊന്നും യാതൊന്നും കാണുന്നില്ല. നമ്മൾ മനസ്സിൻ്റെ മായയിൽ അടിമപ്പെട്ട് ജീവിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് ഒരു കാര്യത്തിനെ വീക്ഷിക്കുമ്പോഴേ അവിടെ മെഡിറ്റേഷൻ എന്ന സംഭവമേ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഭഗവാൻ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവന് മാത്രമേ ഈ ജ്ഞാനങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ശ്രദ്ധയാണ് ഇവിടുത്തെ മെയിൻ കാര്യം. അതേ ശ്രദ്ധയാണ് ശാരദാകർമ്മത്തിലും പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരാൾക്ക് മോക്ഷം വേറൊരാളെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം സംഭവിപ്പിക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളിനെ കൊണ്ട് കഴിയും. അദ്ദേഹം ആത്മാവായിട്ട് നിൽക്കുന്നു. നമ്മുടെ ഹിന്ദു പുരാണം അനുസരിച്ച് ഒരു ജീവൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ 1 വർഷം ശ്രാദ്ധം ചെയ്യുന്നതിന് കാരണം ഈ ജീവൻ പിതൃലോകത്തെത്തുവാൻ വേണ്ടി 1 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ 1 വർഷം അവരുടെ 1 ദിവസമാണ്. 1. 2, നിങ്ങളുടെ തന്നെ അറിവിൽ പലരും ഉണ്ടാവും, അവർക്ക് ശ്രാദ്ധകർമ്മമേ ചെയ്യേണ്ടെന്ന് അവർ ജീവിച്ചിരിക്കുന്ന കാലത്തെ പറഞ്ഞിരിക്കും. പക്ഷെ അവർ ശ്രേഷ്ഠരായ ആത്മാക്കളായിരിക്കും. അവർ വലിയ വലിയ സിദ്ധന്മാരോ അവധൂതന്മാരോ യോഗികളുടെ കൂടെ സഞ്ചരിച്ചവരോ മനോനിയന്ത്രണം സംഭവിച്ചവരോ ആയിരിക്കും. അവർ പറയും അത് കാരണം അവർ തന്നെ ശ്രാദ്ധകർമ്മങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവും. നേരത്തെ ഗയയിൽ പോയി 32 പിണ്ടം വെച്ച് ചെയ്യും. അത് അങ്ങനെയുള്ളവരുണ്ട്. സാധാരണ രീതിയിൽ ശ്രാദ്ധകർമ്മം ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്, ചേട്ടൻ ചോദിച്ചാണെങ്കിൽ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ചെയ്യുന്ന വ്യക്തിയുടെ ശ്രദ്ധയ്ക്കനുസരിച്ച് അദ്ദേഹത്തുണ്ടാകുന്ന മാറ്റം, അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഈ ചെയ്യുന്ന വ്യക്തിക്ക് അത്രയും ശ്രദ്ധ വേണം. തൻ്റെ തന്നെ മാതാവിനോ പിതാവിനോ സഹോദരനോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയും വൃത്തിയും ശുദ്ധിയും ആചാര്യൻ പറയുന്ന അതുപോലെ അനുസരിച്ച് ചെയ്യണം. എങ്കിൽ ആ ജീവനൊരു മാറ്റം ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ജീവിക്കുന്ന നമുക്ക് സങ്കല്പങ്ങൾക്ക് വളരെ ശക്തിയുണ്ട്. ഈ സങ്കല്പങ്ങളാണ് ഇതെല്ലാമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഇത് മുന്നിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം നമ്മുടെ സങ്കല്പത്തിൽ നിന്ന് സൃഷ്ടിയായ സാധനങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മനുഷ്യൻ്റെ മനസ്സിൻ്റെ സങ്കല്പത്തിന് ശക്തിയുണ്ട്. അതിനെ പ്രായോഗികതയിൽ കൊണ്ടുവരാൻ മനുഷ്യന് കഴിയും.